ഇന്ന് ഞായറാഴ്ച ഞങ്ങളുടെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേന്ന് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സായ സാരിയും ചുരിദാറും ചിന്നു ഇട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സ്വന്തം നാട്ടിലെ ട്രഡീഷണൽ ഡ്രസ്സായ ചീപ്പാവ് ഇടുന്നത്. ചൈനയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് സാധാരണ പെണ്ണുങ്ങൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇടാറ്, അതും വളരെ കുറച്ച്. നമ്മുടെ നാട്ടിൽ വന്ന് പെണ്ണുങ്ങൾ സാരിയും ചുരിദാറും ഇടുന്ന കണ്ട് ഇൻഫ്ലുവൻസ് ആയതാണ്. ഇപ്പോൾ ഇവൾക്ക് വെസ്റ്റേൺ ഡ്രസ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം ചുരിദാർ ഇടുന്നതാണ്. ഈ ചീപ്പാവും കാണാൻ ശരിക്കും പറഞ്ഞാൽ ചുരിദാർ പോലെ തന്നെ. അങ്ങനെ ഇവളുടെ കാറ്റ് വാക്ക് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാം. ഇവളിട്ടേക്കണ ഈ ബാഗ് ശ്രദ്ധിച്ചോട്ടാ, ഇതിന്റെ കുട്ടൻസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇന്ന് പുതിയ ഡ്രസ്സ് ഇട്ടേക്കാണല്ലോ, അപ്പോൾ ആദ്യം തന്നെ ഒരു പാർക്ക് കണ്ടുപിടിച്ച് കുറേ ഫോട്ടോസ് എടുക്കണം. അത് കഴിഞ്ഞൊരു ലഞ്ച്, അത്ര ഉള്ള പരിപാടി. ഗിഫ്റ്റ് കൊടുക്കലും സർപ്രൈസ് കൊടുക്കലും ഒന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ ചിന്നുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സാധാരണ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത്. ആദ്യത്തേത്, എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ഒട്ടും മതിയാവാത്ത ആൾക്കാർ. അതായത് $100 ഒരു വാച്ച് വാങ്ങിച്ചാൽ എനിക്ക് $200 വാച്ച് വേണമെന്ന് പറയുന്ന ആൾക്കാർ. രണ്ടാമത്തേത്, എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആൾക്കാർ. എന്നാൽ ഇവള് വന്നത് ഈ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലാണ്. ഗിഫ്റ്റ് കിട്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ വില ഓൺലൈൻ പോയി ചെക്ക് ചെയ്യും. ഗിഫ്റ്റിൻ്റെ വില അവൾ ഉദ്ദേശിക്കുന്ന വിലയേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുത്ത് ആ കാശ് എനിക്ക് തിരിച്ചു തരും. എന്നാൽ അതേ സാധനം വില ഡ്യൂപ്ലിക്കേറ്റ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് അത് ഇട്ടുകൊണ്ട് നടക്കും. വിലയുള്ള സാധനം ഇടാൻ അവൾക്ക് പേടിയാണ്, എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടി. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആര് ഗിഫ്റ്റ് എന്നാലും സന്തോഷത്തോടെ വാങ്ങിച്ചോളും. പക്ഷേ അത് വില കൂടിയ സാധനമാണെങ്കിൽ ജീവിതത്തിൽ പിന്നെ അത് വെളിച്ചം കാണില്ല. എന്തോ നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ ഒരു സ്വഭാവം. നേരത്തെ ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു ബാഗില്ലേ, അത് നാട്ടിൽ വന്നപ്പോൾ ഡിക്കാത്തലോണിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങിച്ച ബാഗാണ്. ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ ആ ബാഗിന്റെ സാന്നിധ്യം എല്ലായിടത്തും കാണാം. ഇവൾക്ക് വേറെ ബാഗ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, സ്വന്തമായിട്ട് കാശ് കൊടുത്തിട്ടല്ലെങ്കിലും ഇഷ്ടംപോലെ ബാഗും പേഴ്സും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും വില കൂടുതലാന്ന് പറഞ്ഞ് പെട്ടീൻ്റെ അകത്ത് പൂട്ടേക്കാം. ഇത് കൂടാതെ എനിക്ക് വേറൊരു റെസ്ട്രിക്ഷൻ കൂടിയുണ്ട്. ഷൂ, ചെരുപ്പ്, സാൻഡൽസ്, ഇതുപോലെ കാലിലിടുന്ന ഒരു സാധനം പോലും ഇവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കാൻ പാടില്ല. ഗിഫ്റ്റായിട്ട് മാത്രമല്ല, സാധാരണ ഏതെങ്കിലും കടയിൽ പോയി ഷൂ വാങ്ങിച്ചാലും ഞാൻ ഒരിക്കലും അത് പേ ചെയ്യാൻ പാടില്ല. അത് ഒരുമാതിരി സൂപ്പർസ്റ്റിഷൻ ആണ്. ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ അത് പറഞ്ഞു വിടുന്ന പോലെയാന്നാ. പിന്നെ ഇത് കേട്ട് ചൈനയിലെ എല്ലാ പെണ്ണുങ്ങളും ഇതുപോലെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. അഫ്കോഴ്സ് ഇതുപോലത്തെ സ്പെഷ്യൽ കേസസ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സിമ്പിൾ ആനിവേഴ്സറി. താങ്ക് യു ഓൾ ഫോർ യുവർ വിഷസ്.